we learned about free radicals, what they are, and their properties, and different classes of free radicals that are being generated within our body. അപ്പോൾ നമ്മൾ പറഞ്ഞു there are two different categories, that is reactive oxygen species as well as reactive nitrogen species. We'll be stressing more on the reactive oxygen species. Okay, അപ്പം ഞാൻ പറഞ്ഞു ഈ ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു. എവിടെയൊക്കെയാണ്, അതായത് ഹൈലി മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻസിൽ, ഫോർ എക്സാമ്പിൾ റെസ്പിറേഷൻ ചെയ്യുന്നത്, അതുപോലെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്ന ഓർഗൻസിൽ ഒക്കെയാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുക, ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓൾസോ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, അതായത് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന ഇമ്മ്യൂൺ സെൽസിൻ്റെ അകത്തും ഒക്കെ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെയാണ് മേജർ സൈറ്റ്സ് ഓഫ് ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ എന്ന് പറയാൻ പറ്റുക. അതുപോലെ നമ്മുടെ ബോഡിയിലെ എല്ലായിടത്തും ഓരോ ദിവസം ഇഷ്ടം മാതിരി ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഈ പറയുന്ന ഓർഗൻ്റെ സെൽസിൻ്റെ അകത്ത് മാത്രമല്ല, പല മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടും ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് these are the main sites for generation of free radicals, or the cells of these particular organs are principally involved in the generation of free radical, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മെറ്റബോളിസം ആണ് ഇതിനൊക്കെ കാരണം. അപ്പം ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്ന റൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എൻഡോജീനസ് ഓർ എക്സോജീനസ്. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ, എൻഡോജീനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്. അതായത് ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ് സച്ച് എസ് മൈറ്റോകോൺട്രിയ, പെറോക്സിസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, വേർ ദി ഓക്സിജൻ കൺസംഷൻ ഇസ് ഹൈ. സോ അവിടെയൊക്കെ ഓക്സിജൻ കൺസംഷൻ ഹൈ ആയതുകൊണ്ട്, ഓക്സിജനുമായിട്ട് നിരന്തരം അവർ എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ടും അവിടെ നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, ഫ്രീ റാഡിക്കൽസ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ആ റൂട്ടിനെയാണ് എൻഡോജീനസ് റൂട്ട് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മളുടേതായ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ബൈ പ്രോഡക്ട്സ് ആണ് അവിടെ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് മോഡ്, ദാറ്റ് ഇസ് എക്സോജീനസ്. ഒടിയുമ്പോൾ എക്സോജീനസ്, എക്സോജീനസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പുറത്തു നിന്നാണ് വരുന്നത് അല്ലേ. സോ വെൻ അവർ ബോഡി ഈസ് എക്സ്പോസ് ടു സർട്ടൻ എക്സ്റ്റേണൽ ഏജൻസ്, ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ പലതരം എക്സ്റ്റേണൽ ഏജൻസ് ഉണ്ട്. അതായത് ഇറ്റ് ക്യാൻ ബി ഹീറ്റ് ആയിരിക്കാം, അതുപോലെ ഇലക്ട്രിസിറ്റി ഉണ്ടാവാം, then light, then chemicals such as peroxides, and also some radiations. So when we are exposed to these agents, heat, electricity, light, peroxides and other radiations. അപ്പോൾ പെറോക്സൈഡ്സ് നമുക്കറിയാം, നമ്മൾ പല ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഈവൻ ഒരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ട് ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിന് ഉപയോഗിക്കാറുണ്ട്. അപ്പം വളരെ ഹൈലി ഓക്സിഡൈസിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പറയുന്ന പെറോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് മാത്രമല്ല, പല പെറോക്സൈഡ്സും നമ്മൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും അതുപോലെ നമ്മുടെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ദെൻ പലതരത്തിലുള്ള റേഡിയേഷൻ നമുക്കറിയാം, UV റേസിന് നമ്മൾ എക്സ്പോസ്ഡ് ആണ്. അതുപോലെ മെഡിക്കൽ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന എക്സ്റേസ്, അതുപോലെ നമ്മൾ റേഡിയോ ഐസോടോപ്സ് വെച്ചിട്ടുള്ള തെറാപ്പി എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ പല റേഡിയേഷന് ദിവസവും എക്സ്പോസ്ഡ് ആണ് അല്ലേ. ഈവൻ കോസ്മിക് റേയുടെ എക്സ്പോഷർ വരെ നമുക്ക് ഫ്രീ റാഡിക്കൽസിൻ്റെ ജനറേഷന് കാരണമാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത് എൻഡോജീനസ് ആയിട്ടുള്ള സൈറ്റ്സിൽ എൻഡോജീനസ് ജനറേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെൽ ഓർഗനൽസ്, അതായത് മൈറ്റോകോൺട്രിയ, പെറോക്സിസോം, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അവിടെയൊക്കെ എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വിൽ ലുക്ക് ഇൻ ടു മൈറ്റോകോൺട്രിയൽ ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. അപ്പോൾ മൈറ്റോകോൺട്രിയൽ നമുക്കറിയാം ഓക്സിജനുമായിട്ടുള്ള കൺസംഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് എവിടെയാണ്, മൈറ്റോകോൺട്രിയലാണ്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമുക്കറിയാം there are different complexes that are involved in the electron transport chain. അപ്പോൾ അവിടെ ആ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ ഒരു representation. We can see the inner mitochondrial membrane. അവിടെയാണ് ഈ പറയുന്ന കോംപ്ലക്സസ് ഒക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഇന്നർ മെംബ്രെയിൻ സ്പേസ് ആൻഡ് ഹിയർ ഇസ് എ മാട്രിക്സ്. ഓക്കെ, നൗ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് 1-ൽ നിന്നോ അല്ലെങ്കിൽ കോംപ്ലക്സ് 2-ൽ നിന്നോ ഒക്കെ ഇലക്ട്രോൺ ഡൊണേഷൻ നടക്കുന്നുണ്ട്. ആരിലേക്കാണ്, കോയിൻസ് ആൻഡ് ക്യൂ അല്ലെങ്കിൽ യുബിക്വിനോൺ എന്ന് പറയും.
യുബിക്വിനോണിനെ കുറിച്ച് അറിയായിരിക്കുമല്ലോ. യുബിക്വിനോൺ is a mobile agent in the electron transport chain. So whenever there is a transfer of electron from complex 1 to coenzyme Q or ubiquinone, what happens is after attaining these electrons, the ubiquinone will get reduced. അപ്പോൾ യുബിക്വിനോണിലെ കോൻസൈം ക്യൂ റെഡ്യൂസ്ഡ് ആവും. ഇവിടെയാണ് കോൻസൈം ക്യൂനെ കാണിച്ചിട്ടുണ്ട്. കോൻസൈം ക്യൂ റെഡ്യൂസ്ഡ് ആവുമ്പോൾ QH2 എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് റെഡ്യൂസ് ആയി പോയി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. വിൽ ഹാവ് ടു റീജനറേറ്റ് ദ കോൻസൈം ക്യൂ. So the processes involved in the regeneration of coenzyme Q from the reduced coenzyme Q is known as the Q cycle. So in the Q cycle പല സ്റ്റെപ്സ് നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പെർട്ടിക്കുലർലി സൂപ്പർ ഓക്സൈഡ് ആനയോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കോൻസൈം ക്യൂ റെഡ്യൂസ് ആകുമ്പോൾ അതിന് QH2 എന്ന് പറയും. ആൻഡ് അത് വീണ്ടും കോൻസൈം ക്യൂ റീജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഒരു ഇന്റർമീഡിയറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഇന്റർമീഡിയറ്റ്. അതിൻ്റെ പേരാണ് സെമിക്വിനോൺ. സെമിക്വിനോൺ Q മൈനസ് എന്നിട്ടിട്ടുണ്ട്. അതുപോലെ റാഡിക്കലിന്റെ ഒരു ഡോട്ടും ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ ദിസ് സെമിക്വിനോൺ വെൻ ഇറ്റ് ഫോംസ്, ഇതിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ. അതായത് ഇത് ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? ഓക്സിജന് കൊടുക്കും. സോ ഇത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോൻസൈം ക്യൂ റീജനറേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഈ ഓക്സിജൻ ഇതിലേക്ക് പോയിട്ട് അത് കോൻസൈം ക്യൂവിന്റെ റീജനറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ സെമിക്വിനോൺ ഓക്സിജന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഒരൊറ്റ ഇലക്ട്രോണിനെയാണ് കൊടുത്തത് കേട്ടോ. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? മോളിക്കുലാർ ഓക്സിജൻ, സ്റ്റേബിൾ ആയിട്ട് നിന്ന മോളിക്കുലാർ ഓക്സിജൻ ആണ് ഈ പറയുന്ന ഇലക്ട്രോണിനെ കൊടുത്തത്. സോ ഓക്സിജൻ ആഫ്റ്റർ അറ്റൈനിങ് ദ ഇലക്ട്രോൺ വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു a semiquinone, super oxide anion. So O2 minus റാഡിക്കൽ ആയിട്ട് മാറുകയാണ് ഈ പറഞ്ഞ ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്തു? ഒരു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ജനറേറ്റ് ചെയ്തു. ഇനി നമുക്കറിയാം ഇതിനെ ഒന്നും ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇവിടെയൊക്കെ ലിപ്പിഡ്സും അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? വേണമെങ്കിൽ ഈ മാട്രിക്സിലല്ല, ഈ മെംബ്രെയിനെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലിപ്പിഡ് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സെറ്റ് എ ചെയിൻ റിയാക്ഷൻ ഓൺ. അപ്പോൾ ഒരു ചെയിൻ റിയാക്ഷൻ തുടങ്ങും. അപ്പം അതിനു മുന്നേ അതിനെ എന്ത് ചെയ്യണം? ഡിസ്ട്രോയ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ക്വെഞ്ച് ചെയ്ത് കളയണം, അല്ലെങ്കിൽ സ്കാവൻ ചെയ്ത് കളയണം. എനി ടേം യു ക്യാൻ യൂസ്. അപ്പോൾ ഈ പറയുന്ന സൂപ്പർ ഓക്സൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ക്വെഞ്ച് ചെയ്യാൻ വരുന്ന എൻസൈമാണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, SOD എന്ന് ചുരുക്കി വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈം. സോ ദിസ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ഇസ് പ്രസന്റ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ആൻഡ് ഇതിന് ഫംഗ്ഷൻ ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേണം. ഇറ്റ് റിക്വയർസ് മാംഗനീസ് ഫോർ ഫംഗ്ഷനിങ്. So the superoxide ion will be converted into hydrogen peroxide or peroxide with the help of superoxide dismutase, which functions with the help of manganese. ഓക്കെ, അങ്ങനെ സൂപ്പർ ഓക്സൈഡിനെ പെറോക്സൈഡ് ആക്കി മാറ്റി. ഇനി പെറോക്സൈഡ് എന്താണ്? ഒരു ഫ്രീ റാഡിക്കൽ അല്ലെങ്കിലും നോൺ റാഡിക്കൽ സ്പീഷീസ് ആണ് അല്ലേ? ഇറ്റ് ക്യാൻ ഓൾസോ ഓക്സിഡൈസ് ബയോമോളിക്യൂൾ ആൻഡ് സ്റ്റാർട്ട് എ ചെയിൻ റിയാക്ഷൻ. അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? പെറോക്സൈഡിന് പറ്റും. അതിന് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് വളരെ വൾണറബിളും ആണ്. കാരണം ഇവിടെ എപ്പോഴും ഓക്സിജന്റെ ഹൈ കൺസംഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പെറോക്സൈഡിനെയും കൂടെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആക്കി മാറ്റണം. സോ അതിനുവേണ്ടി 2 എൻസൈംസ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് കാറ്റലേസ് എൻസൈം ആസ് വെൽ as this is the catalase enzyme and this is the glutathione peroxidase enzyme. So the glutathione peroxidase enzyme and the catalase enzyme helps in conversion of the hydrogen peroxide into water. ഇനി വാട്ടർ ആയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? ഇല്ല, വാട്ടറിനെ കൊണ്ട് പ്രത്യേകിച്ച് ഹാമൊന്നും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സൂപ്പർ ഓക്സൈഡ് ആനയോൺ അല്ലെങ്കിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ എന്ത് ചെയ്തത്? ഹാംലെസ് ആയ വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്ത്. അതിനിവിടെ 3 എൻസൈംസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ 3 എൻസൈംസും ആണ് നമ്മുടെ ബോഡിയിലെ
ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചർ സിസ്റ്റം, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ എങ്ങനെയായിരുന്നു. അപ്പം ക്യൂ സൈക്കിൾ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തത്, ROS പ്രൊഡ്യൂസ് ചെയ്തത്. ക്യൂ സൈക്കിൾ എന്തുകൊണ്ടാണ് നടന്നത്? ബിക്കോസ് ഓഫ് ദി ഫങ്ഷനിങ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് നടന്നത് ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ടൊന്നുമല്ല, അല്ലേ? ഇറ്റ് ഈസ് പ്യുവർലി ബിക്കോസ് ഓഫ് ദി മെറ്റബോളിക് ആക്ടിവിറ്റി. മെറ്റബോളിസം നടന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ കൺസംഷൻ കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആര് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇഫ് the metabolic rate is very high, the rate of generation of free radical also will be high. അപ്പോൾ ഇവിടെ എൻസൈംസ് ഒന്നും അല്ല ഇതുണ്ടാവാൻ റെസ്പോൺസിബിൾ, ഓൺലി മെറ്റബോളിക് ആക്ടിവിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് വിത്തിൻ ദ മൈറ്റോകോൺഡ്രിയ. സോ ഹയർ ദ മെറ്റബോളിക് റേറ്റ്, ഹയർ വിൽ ബി ദ റേറ്റ് ഓഫ് ജനറേഷൻ ഓഫ് ദ ഫ്രീ റാഡിക്കൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്ന കാര്യം. രണ്ട് എൻസൈംസ് ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, കാറ്റലൈസും അതുപോലെ ഗ്ലൂട്ടാഥയോൺ പെറോക്സിഡേസും. ഓക്കെ, next we'll move on to peroxisome, and let's see how free radical is generated within the peroxisome. പെറോക്സിസോമിലും റെസ്പിറേറ്ററി പാത്വേ നടക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് കപ്പിൾഡ് വിത്ത് ദ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ATP ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ വന്ന എനർജി എന്തായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, so electrons from various metabolites to oxygen leads to H2O2 formation, that is peroxide, but this is not coupled to oxidative phosphorylation. അതായത് പെറോക്സിസോമിൽ നടക്കുന്ന respiration, it is not coupled with oxidative phosphorylation. Instead the free energy is released in the form of heat. പിന്നെ വേറെ പെറോക്സിസോമിൽ ഇഷ്ടം പോലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച ബീറ്റ ഓക്സിഡേഷൻ ഉൾപ്പെടെ, അതായത് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്, അതായത് ഒരു 24 കാർബൺ ആറ്റം ഒക്കെ ഉള്ള ലോങ് ചെയിൻ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പെറോക്സിസോമിലേക്കാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലെ പോലെ തന്നെ ബീറ്റ ഓക്സിഡേഷൻ സ്റ്റെപ്സ്, 4 സ്റ്റെപ്സ് ഉണ്ടല്ലോ, ആ 4 സ്റ്റെപ്സും അവിടെയും നടക്കും. അപ്പം നമുക്കറിയാം ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും 2 കാർബൺ ചെയിൻ എന്ത് ചെയ്യും, കുറഞ്ഞാണ് വരുന്നത്, അല്ലേ? 2 കാർബൺ കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ബീറ്റ ഓക്സിഡേഷൻ നടന്നിട്ട് ഏകദേശം 10 കാർബൺ ചെയിൻ ഉള്ള ഫാറ്റി ആസിഡ് ആവുന്ന വരെയും പെറോക്സിസോമിൽ വെച്ച് തന്നെ ബീറ്റ ഓക്സിഡേഷൻ നടക്കും. 10 കാർബൺ ആറ്റം ഒക്കെ വരെ, അല്ലെങ്കിൽ 10 to 8 കാർബൺസ് ആണ് സാധാരണ. അതായത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിലേക്ക് എത്തുമ്പോഴത്തേനും എന്ത് പറ്റും, ഈ ഉണ്ടായ ബീറ്റ ഓക്സിഡേഷൻ കഴിഞ്ഞ് ഈ ഉണ്ടായ ചെറിയ ഷോർട്ട് ചെയിൻ ആയിട്ടുള്ള ഫാറ്റി ആസിഡിനെ എവിടേക്ക് കൊണ്ടുപോകും, മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എല്ലാം ആദ്യം എവിടേക്ക് കൊണ്ടുപോകും, പെറോക്സിസോമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ദാറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ ദ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. സോ വൺസ് ദോസ് പ്രോഡക്ട്സ് ദാറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ ദ mitochondrial matrix are produced, they are transported to the mitochondria, and rest of the beta oxidation is performed in the matrix. അപ്പം ബീറ്റ ഓക്സിഡേഷൻ ഉൾപ്പെടെ പല മെറ്റബോളിസവും എവിടെ നടക്കുന്നുണ്ട്, പെറോക്സിസോമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പെറോക്സിസോമിൽ ഈ മെറ്റബോളിസം ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരം ഫ്രീ റാഡിക്കൽസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, ഹൈഡ്രോക്സൈൽ റാഡിക്കൽ, അതുപോലെ നൈട്രിക് ഓക്സൈഡ്. ഇത്രയും റാഡിക്കൽസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പെറോക്സിസോമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇസ് എ മേജർ മെറ്റബോളിക് പ്രോസസ് പ്രൊഡ്യൂസിങ് പെറോക്സൈഡ് ഇൻ ദ പെറോക്സിസോം. ഓക്കെ, അപ്പം പെറോക്സിസോമിൽ ഈ പറയുന്ന പെറോക്സൈഡ് കൂടുതലായിട്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന ഒരു പ്രിഡോമിനന്റ് എൻസൈം ആണ് കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം. ആ കാറ്റലൈസ് എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന പെറോക്സൈഡിനെ എന്ത് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ കണ്ടു പെറോക്സൈഡിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, വാട്ടർ ആക്കിയാണ് മാറ്റുന്നത്. അതിനാര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാറ്റലൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെറോക്സിസോമിൽ കാറ്റലൈസിന്റെ ആക്ടിവിറ്റിയും കോൺസെൻട്രേഷനും വളരെ കൂടുതലാണ് in order to manage the peroxides that are formed as a result of beta oxidation. So that's all about the peroxisomal oxidation. ഇനി ഞാൻ പറഞ്ഞു പെറോക്സിസോമിൽ ധാരാളം എന്ത് നടക്കുന്നുണ്ട്, മെറ്റബോളിസം നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ എൻസൈംസിന്റെ ഫലമായിട്ട് ഫങ്ഷനിങ്ങിന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആസ് വി ക്യാൻ സീ, ഈ പറയുന്ന പെറോക്സൈഡ് ആണ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ദാറ്റ് ഇസ് ജനറേറ്റഡ് ഇൻ ദ പെറോക്സിസോം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്ന എൻസൈംസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ, ലൈക്ക് ബീറ്റ
ഓക്സിഡേഷൻ്റെ എൻസൈമായ അസൈൽ കോയ ഓക്സിഡേസസ്, പിന്നെ പലതരം മെറ്റബോളിസം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡി അമിനോ ആസിഡ് ഓക്സിഡേസ്, യൂറേറ്റ് ഓക്സിഡേസ്, ദെൻ സാന്തിൻ ഓക്സിഡേസിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതിന് സൂപ്പർ ഓക്സൈഡ് ആനയോണും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അലോങ് വിത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ പെറോക്സിസോമിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പെറോക്സിസോമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പെറോക്സിസോമിൽ എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന്റെ മേജർ സോഴ്സ് ബീറ്റ ഓക്സിഡേഷൻ തന്നെയാണ്, ടുഗദർ വിത്ത് ഓൾ അതർ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ബീങ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി പെറോക്സിസോംസ്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഞാൻ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വളരെ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു സൈറ്റ് തന്നെയാണ്. കാരണം അവിടെ പ്രോട്ടീൻസ് സിന്തസിസ് അല്ല സെക്രീഷനും അതുപോലെ പുറത്തേക്ക് കൊണ്ടുപോയി സെക്രീറ്റ് ചെയ്യേണ്ടവരെ വെസിക്കിളിലാക്കി സോർട്ട് ചെയ്യുകയും പാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാണ്. ഇനി പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത് മാത്രമല്ല, ലൈസോസോമിലേക്ക് കൊണ്ടുപോകേണ്ടതും ഒക്കെ ഇവിടെയാണ് സോർട്ട് ചെയ്യുന്നതും അതുപോലെ പാക്ക് ചെയ്യുന്നതും, വെസിക്കിളിൻ്റെ അകത്താക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഗോൾജി ബോഡീസും അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണ്. പക്ഷേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസം ആൻഡ് ഗോൾജി ബോഡി ദേ ഫോം എ നെറ്റ്വർക്ക്. അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ ഒരു പാക്കിംഗ് സോർട്ടിംഗ് നെറ്റ്വർക്കിലെ ഇമ്പോർട്ടൻ്റ് എലിമെന്റ് എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അവിടെയും പലതരത്തിലുള്ള എൻസൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. എൻസൈംസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം cytochrome P450, B5 enzymes and diamine oxidase contribute to the formation of reactive oxygen species within the endoplasmic reticulum. ഇനി ബാക്കിയുള്ള എൻഡോജീനസ് സോഴ്സസ്, അതായത് മറ്റു മെറ്റബോളിസം ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ള അല്ലെങ്കിൽ പല പാത്വേസും നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം പലതരം ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദർ ആർ അതർ സോഴ്സസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് എൻസൈം എന്ന് പറയുന്നത് സൈക്ലോഓക്സിജനേസ് എൻസൈം ആണ്, നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് വഴിയും ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് അഡ്രിനാലിൻ, phagocytic cells that I've mentioned, then reduced riboflavin, FMN2, then FADH2, cytochrome P450, immune cell activation, inflammation, and also നമ്മുടെ മെൻ്റൽ സ്ട്രെസ്, അതുപോലെ എക്സസീവ് ആയിട്ട് ചെയ്യുന്ന എക്സസൈസ്, ഇൻഫെക്ഷൻ്റെ സമയത്ത്, ക്യാൻസർ, ഏജിങ്, ഇസ്കീമിയ എക്സെട്ര. ഇസ്കീമിയ എന്താണെന്ന് അറിയാലോ? ഇസ്കീമിയ ഇസ് ദ reduced blood flow to a tissue damage due to reduced blood flow to a tissue. അതായത് ഇപ്പം എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ട്, അതായത് ഇപ്പം പല ടിഷ്യൂലേക്കും ബ്ലഡ് എത്താതെ വരിക. അപ്പോൾ ബ്ലഡ് എത്താതെ വരുമ്പോൾ എന്താ ചെയ്യുക? അവിടെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, അങ്ങനെ ടിഷ്യൂസ് ഡാമേജ്ഡ് ആവും. അതിനെയാണ് എന്ത് വിളിക്കുക? ഇസ്കീമിയ എന്ന് വിളിക്കുക. അപ്പം ഇതാണ് ഈ പറയുന്ന 3 സെൽ ഓർഗൻ അല്ലാതെ വേറെ വഴിയിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ഫ്രീ റാഡിക്കൽസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെയാണ്. ഇനി വേറെ എക്സോജീനസ് ആയിട്ടുള്ള സോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഹീറ്റ്, ഇലക്ട്രിസിറ്റി അല്ലെ എക്സ്റ്റേണൽ ഏജൻസ് വഴി ട്രിഗർ ചെയ്യപ്പെടുന്ന ഫ്രീ റാഡിക്കൽ ജനറേഷൻ, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വഴി, ദെൻ ടൊബാക്കോ സ്മോക്ക്, ട്രാൻസിഷൻ മെറ്റലിൻ്റെ എക്സ്പോഷർ, അതായത് കാഡ്മിയം, മെർക്യുറി, ലെഡ്, ആർസനിക്, അതുപോലെ തന്നെ ഹെവി മെറ്റൽസുമായിട്ടുള്ള എക്സ്പോഷർ. ഹെവി മെറ്റൽസ് ഒക്കെ വെച്ച് ധാരാളം സ്റ്റഡീസ് ഉണ്ട്, ഫിഷിലും ഒക്കെ ആയിട്ട് പലതരം ഇഫക്ട്സ് ഉണ്ടാകുന്നു. ആ ഇഫക്ട്സിനൊക്കെ മെയിൻ കാരണം ഫ്രീ റാഡിക്കലിൻ്റെ ജനറേഷനാണ്. ഓക്കെ, അപ്പോൾ അത് അയൺ, അതുപോലെ കോപ്പർ, കൊബാൾട്ട്, ക്രോമിയം അതുപോലുള്ള ഹെവി മെറ്റൽസിനും ആയിട്ടുള്ള എക്സ്പോഷർ, പിന്നെ പലതരം ഇൻഡസ്ട്രിയൽ സോൾവെന്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് സോൾവെന്റ് ആണ് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതുപോലെ പെസ്റ്റിസൈഡ്സ്, ഹൈ ടെമ്പറേച്ചർ ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ദ ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. UV റേ, അതുപോലെ കുക്കിങ്ങിൽ ഇൻവോൾവ് ആയ, അതായത് സ്മോക്ഡ് മീറ്റ്, ഒന്നും കഴിക്കരുതെന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ സ്മോക്ഡ് മീറ്റ്, യൂസ്ഡ് ഓയിൽ, എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ, ഫാറ്റ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്താൽ, അതും പ്രോസസ്ഡ് ഫാറ്റുകൾ കേട്ടോ. ട്രാൻസ് ഫാറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ട്രാൻസ് ഫാറ്റും അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാറ്റുകളും കൂടുതൽ കഴിച്ചാൽ പ്രശ്നമാണ്. പിന്നെ പലതരം ഡ്രഗ്സ്, ഹാലോത്തീൻ, പാരസെറ്റമോൾ, അതുപോലെ എത്തനോള്,
ഇതുപോലെ ഡ്രഗ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും എക്സ്പോഷർ ടു ദോസ് ഡ്രഗ്സ് ക്യാൻ ഓൾസോ ട്രിഗർ ദ ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. ആൻഡ് ഇങ്ങനെ എക്സ്റ്റേണൽ ഏജൻസ് കൊണ്ട് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് എക്സോജീനസ് ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദ ഡിഫറെൻറ്റ് എക്സോജീനസ് സോഴ്സസ് ദാറ്റ് ക്യാൻ ട്രിഗർ ദ ഫോർമേഷൻ ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് വിത്തിൻ അവർ ബോഡി.